നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. മലയാള സിനിമാ വ്യവസായം പ്രതിസന്ധിയിലാണ്. ഉയർന്ന വിനോദ നികുതിയും ചരക്ക് സേവന നികുതിയും വ്യവസായത്തിന് താങ്ങാനാവാത്തതാണെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. 30% നികുതി നിരക്ക്. ഇതോടൊപ്പം അഭിനേതാക്കളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കനത്ത പ്രതിഫലവും കൂടിയാകുമ്പോൾ സിനിമാ വ്യവസായം നിലനിൽപ്പ് ഭീഷണിയിലാണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രധാന സംഘടനകൾ 2025 ജൂൺ 1 മുതൽ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം MLA-യും നിർമ്മാതാവുമായ മഞ്ഞളാംകുഴി അലി, സംവിധായകൻ സജിൻ ബാബു, ചലച്ചിത്ര നിരൂപകൻ GP രാമചന്ദ്രൻ എന്നിവർ. ആദ്യം ശ്രീ സജിൻ ബാബു, 2024 200 സിനിമകൾ ഇറങ്ങിയതിൽ 24 എണ്ണം മാത്രമാണ് സാമ്പത്തികമായി വിജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവ ഗണ്യമായ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി. എന്താണ് ഇതിന്റെ കാരണം? താരങ്ങളുടെ പ്രതിഫലം കൂട്ടുന്നതാണ് സിനിമയുടെ പരാജയത്തിന് കാരണമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അത് മാത്രമാണോ പ്രധാന കാരണം? തീർച്ചയായിട്ടും ഇത് പുതിയ ഈ 2024 മാത്രം പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എല്ലാ വർഷങ്ങളിലും ഇറങ്ങുന്ന സിനിമകളുടെ വളരെ ചെറിയ പെർസെന്റേജ് മാത്രമാണ് വർഷങ്ങളായിട്ട് നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത സത്യത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സ് പറയുന്നതിലും കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യത്തില് ഇപ്പൊ വലിയ മാർക്കറ്റുള്ള നടന്മാരാണെങ്കിൽ, ഇപ്പൊ ദുൽഖറോ മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ള വലിയ നടന്മാർക്കാണെങ്കിൽ ഓക്കെ, അവർക്കൊരു ബിസിനസ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, കുറെയെങ്കിലും ഒരു പരിധി വരെയെങ്കിലും അത് തിരിച്ച് റിക്കവർ ചെയ്യും എന്നുള്ളൊരു ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഒരു രണ്ടാം നിരയിൽപ്പെട്ട താരങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരും ഭീമമായ പ്രതിഫലമാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു കഥ പറയാൻ വേണ്ടി പോയാൽ തന്നെ അവർക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ തന്നെ അവർ ചോദിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ ഒന്നാം നിര താരങ്ങൾ മാത്രമാണ് അവരുടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഈ ടെക്നീഷ്യൻസിന്റെ കാര്യത്തിൽ പറയുന്ന ടെക്നീഷ്യൻസിന് അത്രയും വലിയ പ്രതിഫലമൊന്നും മലയാള സിനിമയിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ആണ്. അവിടെ ഒന്നും അങ്ങനെ ഒരു പ്രതിഫലവും അങ്ങനെ വേറെ തരത്തിലുള്ള ഭീമമായ പൈസയൊന്നും ആരും. പക്ഷെ ശ്രീ സജിൻ ബാബു, മുതിർന്ന നിർമ്മാതാക്കൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പരാതിയുമായി വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഷെരീഫ് മുഹമ്മദ് 30 കോടി ബഡ്ജറ്റിൽ മാർക്കോ എന്ന സിനിമ ഇറക്കുന്നു. അത് ഒരു ബിസിനസ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. റിട്ടേൺ കിട്ടാൻ വേണ്ടിയുള്ള പ്രൊമോഷൻസും അതിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ടിക്കറ്റ് ബുക്കിംഗ് മുതൽ OTT വരെയുള്ള ഡീല് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് സിനിമയെ ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ടാണ് അത് ഇറക്കുന്നത്. മുതിർന്ന നിർമ്മാതാക്കൾക്ക് എന്തുകൊണ്ടാണ് അതിന് സാധിക്കാതെ വരുന്നത്? ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ ഈ മുതിർന്ന നിർമ്മാതാക്കളാരും അങ്ങനെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പലപ്പോഴും. ഇപ്പൊ ഉള്ള എനിക്ക് തോന്നുന്നു ലിസിൻ സ്റ്റീഫനോ അല്ലെങ്കിൽ ഈ ഷെരീഫ് മുഹമ്മദോ അതുപോലെയുള്ള ആൾക്കാരും വന്നിരുന്നിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുമില്ല. അവരൊക്കെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമാണ്. പക്ഷെ ഈ ഒരു ഇഷ്യൂ സത്യത്തിൽ ഇവിടെ ഉണ്ട്. ഈ രണ്ടാം നിര താരങ്ങൾ പ്രതിഫലം കൂടുന്നു, മേടിക്കുന്നു. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളെ ഈ 100 കോടി ബജറ്റ്, 200 കോടി ബജറ്റ്, 200 കോടി കളക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇത് ഗ്രോസിന്റെ കണക്കാണ് പറയുന്നത്. ഒരു ഗ്രോസ് കളക്ഷനാണ് പലതും സംഭവിക്കുന്നതും പറയുന്നതും. പക്ഷെ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു തമിഴ്നാട്ടിലാണെങ്കിലോ ബോംബെയിലാണെങ്കിലോ ഗുവാഹട്ടിയിലാണെങ്കിലോ ആസാമിലോ ഇപ്പൊ ഇന്ത്യ മുഴുവൻ ആൾക്കാർ ഈ സിനിമകൾ കാണാൻ തുടങ്ങുന്നുണ്ട്. മലയാള സിനിമ നേരത്തെ അതില്ലായിരുന്നു. അപ്പൊ അതുമൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ താരങ്ങൾ അവരുടെ പ്രതിഫലം കൂട്ടുന്നതും അല്ലെങ്കിൽ അത് കൂടുതൽ പൈസ അവർ ആവശ്യപ്പെടുന്നതും ഒക്കെ. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇവരുടെ സിനിമകള് റിലീസ് ചെയ്യുമ്പോൾ തിരുവനന്തപുരം, കോഴിക്കോട്, അതുപോലെ തന്നെ കൊച്ചി പോലെയുള്ള പ്രധാനപ്പെട്ട സെന്റേഴ്സിൽ മാത്രമാണ് ആൾക്കാർ വരുന്നത്. ഈ ചെറിയ സെന്റേഴ്സിൽ ഇതുപോലെ ഈ കാട്ടാക്കട പോലത്തെ സ്ഥലങ്ങളിൽ, നെടുമങ്ങാട് പോലത്തെ സ്ഥലങ്ങളിലൊന്നും ഫസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു പല ഷോകൾ പോലും നടക്കുന്നില്ല. ഒരു അത്യാവശ്യം പേരുള്ള പല നടന്മാരുടെയും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, 10 പേരോ 20 പേരോ തയ്ക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതേസമയം സിനിമയുടെ അഭിപ്രായം വന്നതിന് ശേഷമാണ്
സത്യത്തിൽ അതിന്റെ ഫിലിം മേക്കറും അതിന്റെ റൈറ്ററും അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഒരു സിനിമ, ഒരു നല്ല സിനിമ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ആ വിജയിക്കുന്ന സിനിമകൾ ഉണ്ടാവുന്നതും ഒക്കെ കാരണമാവുന്നത്. അല്ലാതെ ഒരു താരങ്ങളുടെ മാത്രമുള്ള ഒരു ഇത് വെച്ചിട്ട് ഈ ചെറിയ സെന്റേഴ്സിലൊന്നും ആൾക്കാർ വരുന്നില്ല. അതേസമയം ഈ രണ്ടാം നിര താരങ്ങളെ വെച്ചിട്ടാണെങ്കിൽ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാർ വന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ ഇത് മാത്രം വെച്ചിട്ടാണ് പലപ്പോഴും അവരുടെ പ്രതിഫലത്തിന്റെ ഇത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അവർ കൂടുതൽ ആവശ്യപ്പെടുന്നതും ഒക്കെ. പക്ഷെ താഴേക്കിടയിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വരുന്നില്ല എന്നുള്ളതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭീമമായിട്ടുള്ള ഇപ്പൊ മാർക്കോ പോലെ തന്നെ, മാർക്കോയ്ക്ക് എനിക്ക് തോന്നുന്നു വളരെ പൈസ മുടക്കിയിട്ടാണ് അവർ ഇത് പബ്ലിസിറ്റി ചെയ്തിരിക്കുന്നത്, മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും. ഇപ്പൊ ഞാൻ കേട്ടത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, അവർ ഒരുപാട് പൈസ, എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഒരു ഒരു 50% ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അത്തരത്തിലൊക്കെ ഉള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നു ഇപ്പം സിനിമ ശരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ GP രാമചന്ദ്രൻ, താങ്കളുടെ കാഴ്ചപ്പാടിൽ മലയാള ചലച്ചിത്ര വ്യവസായം നിലവിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ശ്രീ GP രാമചന്ദ്രൻ, കേൾക്കാമോ? ശ്രീ സജിൻ ബാബു, സിനിമയെ ഒരു ബിസിനസ്സായി കാണുന്ന ഈ പുതുമുഖ നിർമ്മാതാക്കളും പുതിയ സംവിധായകരും അവര് വലിയ ഇൻവെസ്റ്റ്മെന്റിൽ പടം ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി കൂടുകയും പടം കൂടുതൽ പേരിലേക്ക് എത്തുകയും ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ വന്ന പ്രാവിൻകൂട് ഷാപ്പ് 20 കോടി ബഡ്ജറ്റിലാണ് പടം നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ നിർമ്മാതാവ് അൻവർ റഷീദിന് അത് മുടക്കാനുള്ള മടിയില്ല. അത് ഏതു തരത്തിലും തിരിച്ചു പിടിക്കാമെന്നൊരു ധൈര്യമുണ്ട്. ഈ തരത്തിൽ വരുന്ന സിനിമകൾ സിനിമയുടെ ഒരു ക്വാളിറ്റിയെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നിർമ്മാതാക്കള് ധൈര്യപൂർവ്വം, അതെനിക്ക് തോന്നുന്നു അൻവർ റഷീദൊക്കെ ഫിലിം മേക്കർ കൂടെയാണ്. അദ്ദേഹം സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആ സിനിമയെ കുറിച്ചൊരു ധാരണയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തിയേറ്ററിന്റെ കളക്ഷൻ മാത്രമാണ് ഈ നിർമ്മാതാക്കൾ ഇവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അതേസമയം ഇതിന്റെ മറ്റു പല ബിസിനസ്സുകളും, ഇപ്പൊ OTT ബിസിനസ്, ഓവർസീസ് ബിസിനസ്, അപ്പൊ ഇതൊക്കെ ഒരു സിനിമയ്ക്ക് ധാരാളം എമൗണ്ട് തിരിച്ചു കിട്ടുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ സിനിമകളും നഷ്ടമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടുമില്ല. ഇപ്പൊ ഓവർസീസിലൊക്കെ എനിക്ക് തോന്നുന്നു ടാക്സ് പോലും കൊടുക്കണ്ട. ഇപ്പൊ UAE പോലുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ സിനിമ റിലീസ് ചെയ്ത നല്ല ടിക്കറ്റ് റേറ്റ് തന്നെ ഉണ്ട്. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ പകുതിയിൽ കൂടുതലുള്ള കളക്ഷൻസ് വരുന്നത് പോലും അവിടെ നിന്നാണ്. അപ്പൊ ആ കണക്കൊന്നും അവരത് പറയുന്നില്ല, പുറത്തു വിട്ടിട്ടുമില്ല. കേരളത്തിലെ കണക്കുകളാണ് അവർ പുറത്തു വിട്ടത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ OTT പിന്നെ OTTയുടെ സമയം എനിക്ക് തോന്നുന്നു അതും ഒരു വളരെ കുറച്ച്, ഇപ്പൊ പലതരത്തിലുള്ള OTTs ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ശരിക്കും എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. ഈ കോവിഡ് സമയത്തൊക്കെ ചെറിയ ചെറിയ ഒരുപാട് OTT പ്ലാറ്റ്ഫോംസ് വന്നിരുന്നു. അതേസമയം ഈ ആമസോണും ഈ പറഞ്ഞ സോണിയും നെറ്റ്ഫ്ലിക്സും പോലെയുള്ള കോർപ്പറേറ്റുകള് അവർക്ക് അറിയാൻ, അവർക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം ഒരു സിനിമ കൊണ്ട്. പക്ഷെ അവരുടെ എനിക്ക് തോന്നുന്നു ആ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് അവർ മാക്സിമം മലയാള സിനിമയ്ക്ക് കാശ് കൊടുത്ത് മേടിക്കുകയും അതേസമയം ഈ സബ്സ്ക്രിപ്ഷൻ ഇപ്പം ഇനിയിപ്പോ എത്ര വലിയ പടം ഇട്ടാലും ചിലപ്പം കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അപ്പൊ അവര് ഇപ്പൊ പൈസ കുറച്ചാ കൊടുക്കുന്നത് നിർമ്മാതാക്കൾക്ക്. അപ്പം ഇപ്പം നിർമ്മാതാക്കള് തിയേറ്റർ കളക്ഷനിൽ മാത്രമാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് തന്നെ ഒരു തിയേറ്റർ കളക്ഷൻ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ GP രാമചന്ദ്രൻ, മലയാള സിനിമ നിലവിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ഇവിടെ ഇപ്പൊ സമരം പ്രഖ്യാപിച്ചത് സത്യത്തിൽ വളരെ ആത്മഹത്യാപരമാണ് എന്നാണ് എന്റെ അഭിപ്രായം. നേരത്തെ സജിൻ ബാബു പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാ വർഷവും ഇവർ അവതരിപ്പിക്കുന്ന കണക്കുകളിൽ ഏകദേശം 10%-20%മാണ് വിജയിച്ചതായി ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇവര് സാധാരണ നികുതി കൊടുക്കാതിരിക്കുന്നതിനാണോ, ഇനിയിപ്പോ നികുതി കംപ്ലീറ്റ് ഒഴിവാക്കണം എന്ന് ഇവർ പറയുന്നു. ഓക്കെ, നികുതി ഒഴിവാക്കുന്നത് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ അടുത്ത കാലത്ത് ഞാൻ അനുരാഗ് കാശ്യപ്, ബോളിവുഡിലെ ന്യൂജൻ സംവിധായകനായ അനുരാഗ് കാശ്യപ് പറയുന്നത് കേട്ടു. അദ്ദേഹം കോവിഡിന് ശേഷം അവിടെ പിന്നെ ഹിന്ദിയില് ബോളിവുഡിൽ ഒരു സിനിമ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം കംപ്ലീറ്റ് കോർപ്പറേറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരാൾ സിനിമ എടുക്കാൻ വരുമ്പോഴേക്കും അതിനെ സംബന്ധിച്ചുള്ള പ്രോജക്റ്റുകളും അങ്ങനെ അതായിരിക്കണം. ബോളിവുഡിലും പ്രശ്നമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ഇവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കും. ശ്രീ സജിൻ ബാബു, GP രാമചന്ദ്രനുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ശ്രീ സജിൻ ബാബു, അദ്ദേഹം പറഞ്ഞതുപോലെ നികുതി ഒരു വലിയ വിഷയമല്ലേ? 30% കേരളത്തിലെ നികുതി.
അപ്പൊ അത് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് കൊണ്ടുവന്ന ചില ആവശ്യത്തോടെ എനിക്കും ആ, ചില കാര്യങ്ങളിൽ യോജിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം നികുതി ഇത്രയും പെർസെന്റേജ് നികുതി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റ് സ്റ്റേറ്റുകളിൽ കേരളം ഒഴിച്ച് ഇപ്പൊ കേരളത്തിലാകെ സബ്സിഡി കൊടുക്കുന്നത് എന്ന് പറയുന്നത് വെറും 5 ലക്ഷം രൂപയാണ് ഒരു സിനിമയ്ക്ക് സബ്സിഡി കൊടുക്കുന്നത്. അത് എല്ലാ സിനിമയ്ക്കും കിട്ടുന്നില്ല. അത് ചിത്രാഞ്ജലി പാക്കേജിൽ ചെയ്യുന്ന പടങ്ങൾക്ക് മാത്രമാണ് സബ്സിഡി കിട്ടുന്നത്. അപ്പോ അതേസമയം ഗുജറാത്ത് ആവട്ടെ, ഈ പറഞ്ഞ UP ആവട്ടെ, കർണാടക ആവട്ടെ, അതുപോലെ ഇപ്പൊ ഒരുപാട് സ്റ്റേറ്റുകള്, അത് സിക്കിം പോലുള്ള സ്റ്റേറ്റുകൾ ഉൾപ്പെടെ അവിടെ ഷൂട്ട് ചെയ്യുന്ന അവിടെ നിന്നുണ്ടാവുന്ന സിനിമകൾക്ക് അവർ സബ്സിഡി വളരെ വലിയ എമൗണ്ട് ആണ് കൊടുക്കുന്നത്. എല്ലാ സിനിമകൾക്കും അവരുടെ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്. അപ്പൊ ആ തരത്തില് പക്ഷെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം തന്നെ സിനിമയാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം സിനിമയിലോട്ട് ശരിക്കും എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു സംശയം എനിക്ക് ഉണ്ട്. അതേസമയം KSFDC പോലെയുള്ള ചലച്ചിത്ര അക്കാദമി പോലെയുള്ള ഏജൻസികൾ, ഇപ്പൊ KSFDC പോലെയുള്ള അവരാണ് പലപ്പോഴും ഇത്തരം സബ്സിഡി കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതും ഗവൺമെന്റിന്റെ തിയേറ്ററുകൾ റൺ ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അവർക്ക് എത്രത്തോളം പ്രായോഗികമായിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ലായ്മയില്ല. കാരണം ചിത്രാഞ്ജലി പോലത്തെ ഒരു വലിയ സ്റ്റുഡിയോ നമുക്ക് അവിടെ ഉണ്ടായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അവിടെ അത് ചെയ്യുന്നു ഇത് വരുന്നു എന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറം ഒരു 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 മാറ്റം ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സ്റ്റുഡിയോ പോലും പൊളിച്ചിട്ടിട്ട് ഇതുപോലെ അതിന്റെ ഒരു വർക്ക് പോലും നടത്തി കാണുന്നില്ല. അപ്പൊ പലപ്പോഴും അങ്ങനത്തെ ഉള്ള പോളിസി മേക്കിങ്ങിൽ ഇപ്പം തന്നെ സിനിമാ പോളിസിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു സജീവമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടാക്കാൻ കേരളത്തിലെ ഒരു ഫിലിം പോളിസി വരാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് വരുന്നതോടൊപ്പം കുറെ മാറ്റങ്ങൾ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. അത് എപ്പോ വരും എന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പഠനവും സ്റ്റഡിയും. അതുപോലെ തന്നെ സിനിമാ നിർമ്മാതാക്കൾ ഉയർത്തിയ മറ്റൊരു പ്രശ്നമാണ് ഫണ്ടിങ് പഴയതുപോലെ അത്ര ഈസി അല്ല എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാണോ? ഫണ്ടിങ് തീർച്ചയായിട്ടും നേരത്തെ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഇപ്പൊ ഒരു ഒരു ഇതുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം ഫണ്ടേഴ്സ് ഉണ്ടായിരുന്നു പലതരത്തിലുള്ള. ഇപ്പം സാറ്റലൈറ്റ് അഡ്വാൻസ് കൊടുക്കുമായിരുന്നു, തിയേറ്റർ അഡ്വാൻസ് കിട്ടുമായിരുന്നു. അപ്പൊ അതുപോലെയുള്ള പ്രൊജക്ടുകളോ അങ്ങനെയുള്ള ഫണ്ടുകളൊന്നും ഇപ്പം പ്രൊഡ്യൂസേഴ്സിന് വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. എനിക്ക് കൂടുതൽ അറിയില്ല, അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്. താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ്? ബിരിയാണിയൊക്കെ പോലൊരു സിനിമയ്ക്ക് ഫണ്ടിങ്ങിന് ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടോ? ഇല്ല, ബിരിയാണിയൊക്കെ നമ്മുടെ ചെറിയ അത്ര വലിയ ബജറ്റ് സിനിമകളൊന്നും അല്ലല്ലോ. അത്ര വലിയ താരങ്ങളുള്ള സിനിമയല്ല. ഞാനിപ്പം ചെയ്ത തിയേറ്റർ പോലത്തെ ഒരു സിനിമ പോലും. പിന്നെ അതിൽ അഭിനയിച്ച അഭിനേതാക്കൾ ഉൾപ്പെടെ ഇപ്പൊ റിമ കല്ലിങ്കലാണ് എന്റെ സിനിമയിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്തത്. അവരുൾപ്പെടെ ഞാനും അതിന്റെ ഒരു കോ പ്രൊഡ്യൂസറാണ് ആ സിനിമയുടെ. അപ്പം വലിയ കാരവാനോ അങ്ങനെയൊന്നും അവരാരും ഡിമാൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി സിനിമ പറയുമ്പോൾ തന്നെ ഞാൻ പറയും ഇങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ ഞാൻ ശ്രീനിയേട്ടനെ വെച്ചിട്ട് പടം ചെയ്തിരുന്നു. അയാൾ ശശി ചെയ്തപ്പോഴും കാരവാനോ അങ്ങനത്തെ ത്തില് കലാമൂല്യമുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ഇപ്പോഴും ഇവരൊക്കെ തയ്യാറാണ് എന്ന് തന്നെയാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. ഇവിടുത്തെ അങ്ങനെ നമുക്ക് കണ്ണടച്ച് എല്ലാവരെയും കുറ്റം പറയാനും പറ്റത്തില്ല. അത്തരം സിനിമകൾക്ക് വേണ്ടിയിട്ട് അവര് വിട്ടുവീഴ്ച ചെയ്യാനും, പ്രതിഫലത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ മമ്മൂക്കയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ ചെറിയ പ്രതിഫലത്തിലാണ് പല സിനിമയിലും അഭിനയിച്ചിട്ടുള്ളതെന്നൊക്കെ. വളരെ കലാമൂല്യമുള്ള സിനിമ എന്ന് അവർക്ക് തോന്നുന്ന സിനിമകൾക്ക്. അപ്പൊ അങ്ങനെയും അവരുടെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ടുണ്ട് സത്യത്തില്. അപ്പം ശ്രീനിയേട്ടൻ ഒക്കെ വളരെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ്, നല്ല മാർക്കറ്റുള്ള സമയത്താണ് ഞാൻ അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യുന്നത്. അപ്പൊ അവരൊന്നും അങ്ങനെ ഒരു ഡിമാൻഡും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ ടൊവിനോ ഇപ്പൊ പല ചെറിയ പടങ്ങളും കലാമൂല്യമുള്ള എന്ന് പറയുന്ന പല പടങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ എല്ലാവരും അങ്ങനെ സഹകരിക്കുന്നൊക്കെ ഉണ്ട്. അൻവർ റഷീദിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് പുതുമുഖ നിർമ്മാതാക്കൾ ഷെരീഫ് മുഹമ്മദ്, അതുപോലെ വൈശാഖ് സുബ്രഹ്മണ്യം, സോഫിയ പോള്, ആഷിഖ് ഉസ്മാൻ, ഇതുപോലുള്ള തുടങ്ങിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ. ഇവർക്ക് സിനിമയിൽ പരാതികളില്ല. അപ്പൊ യാഥാർത്ഥ്യത്തിൽ ഈ മുതിർന്ന നിർമ്മാതാക്കൾ പറയുന്നത് പോലെ ഒരു പ്രശ്നം സിനിമയിൽ നിലനിൽക്കുന്നുണ്ടോ? ഒരു പരിധി വരെ ഉണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഭീമമായ തുക, അപ്പൊ ഒരു സിനിമയ്ക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഫലം പറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ പല സിനിമകളുടെയും CG ഷോട്ടുകൾ നമ്മൾ കാണുമ്പോൾ, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ കാണുമ്പോൾ അതൊക്കെ വലിയ താരങ്ങളുള്ള സിനിമകളാണ്. പക്ഷെ അതിനൊരു ക്വാളിറ്റി ഇല്ല. കാര്യം ഈ സിനിമയുടെ മൊത്തം ബജറ്റിന്റെ ഇത്ര പെർസെന്റേജ് വലിയ താരങ്ങൾ മേടിച്ചുകൊണ്ട് പോവാണ്. പക്ഷെ അതേസമയം അത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോ വലിയ പാടുപെടുന്നുണ്ട്. അപ്പൊ അത് നമുക്കത് സ്ക്രീനിൽ കാണാനും പറ്റുന്നു. ഇപ്പൊ എന്റെയൊക്കെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സിനിമയിലാണ് കൂടുതൽ കാണേണ്ടത്, സിനിമയ്ക്കുള്ളിലാണ്, സിനിമയിലാണ് പൈസ മുടക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന
ഈ പ്രൊഡ്യൂസേഴ്സ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണ് കൂടുതലും. അവരാരും പക്ഷെ ഇത് പറയുന്നുമില്ലല്ലോ. അവരൊക്കെ ഇപ്പൊ ലിസ്റ്റിനൊക്കെ ഈ അസോസിയേഷനിൽ തന്നെ ഉള്ള ആളാണ്. അദ്ദേഹം ഒന്നും വന്നിരുന്നിട്ട് പറയുന്നില്ലല്ലോ എന്റെ പ്രതിഫലം കൂടുതലാണെന്നോ ഈ പറഞ്ഞ ഒരു പരാതികളും അവരും ഉന്നയിക്കുന്നില്ല. കാര്യം അവർ സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ശരി, അതും ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് പറയാനുണ്ടായിരിക്കാം കാര്യങ്ങൾ. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ GP രാമചന്ദ്രൻ, നമ്മൾ പറഞ്ഞിരുന്നത് കേരളത്തിലെ നികുതിയെക്കുറിച്ചാണ്. 30% ടാക്സ് ആണ് കേരളത്തിലുള്ളത്. ഇത് സിനിമാ വ്യവസായത്തെ ബാധിക്കുന്നുണ്ടോ? അല്ല, 30% ടാക്സിന്റെ എനിക്കറിയാം. ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ എല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാന് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. എനിക്ക് പെൻഷനിൽ പോലും ടാക്സ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ടാക്സ് ഇവിടെ ഒരു ഉള്ള രീതിയിൽ ടാക്സ് അനുവദിക്കും. എനിക്ക് തോന്നുന്നത് ഇവര് ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ പറയുന്നത് കൊണ്ട് ഇവര് ടാക്സ് യഥാർത്ഥത്തിൽ 100 കോടി, നേരത്തെ സജിൻ ബാബു പറഞ്ഞ പോലെ 100 കോടി 200 കോടി പല കണക്കുകൾ പറഞ്ഞ് ജനങ്ങളെ വിഭ്രമിപ്പിക്കുക, കംപ്ലീറ്റ് വഞ്ചനയുടെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത്. ബിസിനസിന്റെ താല്പര്യത്തിൽ പോലും ഇപ്പൊ നേരത്തെ പറഞ്ഞു OTT പടങ്ങൾ ഇപ്പൊ മലയാള പടം എടുക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ കോവിഡ് സമയത്ത് വലിയൊരു തർക്കമുണ്ടായി. മരക്കായർ അറബിക്കടലും സിംഗം എന്ന് പറഞ്ഞിട്ട് പടം OTT-യിലേ കളിക്കുള്ളൂ, അത് തിയേറ്ററിൽ കളിക്കണം എന്ന് പറഞ്ഞ് മന്ത്രി തന്നെ ഇടപെട്ട് ചർച്ച നടത്തി. അപ്പൊ ഇപ്പൊ OTT-യിൽ വരുന്നില്ല, തിയേറ്ററിലേക്ക് വരുന്നത് നല്ല സാഹചര്യമല്ല. അപ്പൊ ആ തിയേറ്ററുകളെ ഒന്ന് നേരെയാക്കിക്കൂടെ, തിയേറ്ററുകളിലേക്ക് ആളുകൾ. അപ്പൊ ഇതെല്ലാം തന്നെ പരസ്പരം പറഞ്ഞ് പിന്നെ യഥാർത്ഥത്തിൽ പുതിയതായി സിനിമയിലേക്ക് വരുന്ന ആളുകളെ ടെക്നീഷ്യനായാലും നടീനടന്മാരായാലും അവരെ നിരുത്സാഹപ്പെടുത്തുകയും മലയാള സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ വളരെ നിരാശാജനകരമായ രീതിയിൽ അതിനോട് പിന്മാറുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. GP രാമചന്ദ്രൻ, നമ്മളിവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ മുതിർന്ന നിർമ്മാതാക്കൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പരാതികളുള്ളത്. ഉദാഹരണത്തിന് അൻവർ റഷീദ് അല്ലെങ്കിൽ ഷെരീഫ് മുഹമ്മദോ വൈശാഖ് സുബ്രഹ്മണ്യനോ സോഫിയ പോള് ആഷിഖ് ഉസ്മാൻ തുടങ്ങിയ പ്രൊഡ്യൂസേഴ്സിന് ഇത്തരം പരാതികളില്ല. അവരെ സംബന്ധിച്ച് സിനിമ ലാഭകരമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്? അല്ല, അതിന്റെ സങ്കീർണമായ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയോട് ഇവർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് മലയാള സിനിമയിൽ പ്രത്യേകിച്ചും തണ്ണീർമത്തൻ ഗിരീഷ് ഏടി, ഞാൻ കച്ചവട സിനിമയാണ് പറയുന്നത്, ഫിലിം മൂവ്മെന്റിന്റെ അത് മാറ്റി നിർത്തുക, അത് നമ്മൾ കമേഴ്ഷ്യൽ സിനിമയ്ക്ക് പുറത്താണല്ലോ. ഇപ്പൊ ഗിരീഷ് ഏടി പോലെയോ അല്ലെങ്കിൽ വിപിൻ ദാസ് പോലെയുള്ള സംവിധായകർ വന്ന് അവർ വളരെ ന്യൂജനായ ചില സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ന്യൂജനായ നടീനടന്മാരെ വെച്ച് സിനിമകൾ എടുത്ത സമയത്ത് ഇവര് ഉടനെ പഴയ പടങ്ങൾ റീ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ AI വഴി ഞങ്ങളുടെ സുവർണകാലം എന്നെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. ഇവര് ഏതോ ഒരു കാലത്തിന്റെ തടവിലാണ് ഇവരുള്ളത്. ഇവർ കാലം മാറിയത് അറിയുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് എങ്ങനെയാണ് ഇതാക്കേണ്ടതെന്നാണ് ഹോളിവുഡിലെ പ്രശ്നം, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളതാണ് ബോളിവുഡിലെ പ്രശ്നം. അപ്പൊ ഇവിടെ വിജയിക്കുന്ന സിനിമകൾ പോലും ഇപ്പൊ കഴിഞ്ഞ വർഷം മഞ്ഞുമൽ ബോയ്സ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ കണക്കുകൾ ശരിയോ തെറ്റോ എന്ന് അവസാനം ED വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് ഈ PR, ഉദാഹരണത്തിന് ഇപ്പൊ നിരൂപകരെ കംപ്ലീറ്റ് പവർ ഗ്രൂപ്പ് തടഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ സ്പോയിലർ അലർട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് PR ഗ്രൂപ്പിന്റെ ഗുണ്ടകൾ വന്ന് നമ്മളെ ആക്രമിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇത്രയും വലിയ PR ഗ്രൂപ്പിനെയാണ് ഇവർ തീറ്റിപ്പോറ്റുന്നത്. ഇത് നടന്മാരെ തീറ്റിപ്പോറ്റുന്നുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ഒരു നടൻ വമ്പിച്ച ഇതാണ്, അയാൾക്ക് റേറ്റ് ആണ് ഉള്ളത് എന്ന് ഈ PR ഗ്രൂപ്പ് പറഞ്ഞു പരത്തുകയും അത് ഇവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി വരികയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ നടന്മാരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ PR ഗ്രൂപ്പിന്റെ പ്രവർത്തനം, യഥാർത്ഥത്തിൽ ഒരു സിനിമ ഇറക്കുന്നതിന് PR ഗ്രൂപ്പ് വേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പ്രത്യേകിച്ചും പരസ്യം വേണം. പക്ഷേ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ട്രൂത്ത് സിറ്റുവേഷനിലേക്ക് മലയാള സിനിമയെ എത്തിച്ചിരിക്കുകയാണ്. എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം. അടുത്ത അനിമൽ എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഒരു സിനിമ വന്നു, വളരെ ബീഭത്സം സിനിമയായിരുന്നു, ഭയങ്കര വയലൻസ്. ആ സിനിമ ഇറങ്ങുന്ന ഉടനെ തന്നെ ആളുകൾ, അതിന്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കേണ്ടതില്ല എന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന നിരൂപണം വളരെ ശക്തമാണ് എന്നുള്ളതാണ്. അപ്പൊ നിരൂപണം ലേഖനപരമായും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വളരെ ശക്തമാണ്. ആ ശക്തമായ നിരൂപണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ലാതെ അവരെ തഴഞ്ഞ് അതിന് ഭരണകൂടത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട്, പോലീസിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, കോടതിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, പത്രമാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വിമർശനത്തെ തടഞ്ഞു നിർത്തിയതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മലയാള സിനിമ ഇന്ന് അഭിമുഖീകരിക്കുന്ന സ്വന്തം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്
സ്വന്തം തന്നെ മനസ്സിലാക്കുന്ന കണ്ണാടി തല്ലിപ്പൊട്ടിച്ച ഒരവസ്ഥയാണ് മലയാളത്തിൽ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജി പി രാമേന്ദ്രൻ, വളരെ കൃത്യമായ നിരീക്ഷണമാണ് താങ്കളുടേത്. ഇപ്പൊ ഉദാഹരണത്തിന് മാർക്കോ പോലൊരു സിനിമ വരുമ്പോൾ അത് പിന്നെ ഈ ഓൾ ഇന്ത്യ പാൻ ഇന്ത്യൻ ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ സിനിമ നിർമ്മിക്കുന്നത്. വയലൻസിന്റെ ഏതറ്റം വരെയും പോകാം എന്ന് പറയുന്ന രീതിയിൽ ഈ തരത്തിൽ നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ വല്ലാത്ത ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ? അതെ, ഇപ്പൊ വയലൻസോ സെക്സോ സിനിമയിൽ വരുന്നത് ഞാൻ എതിരല്ല. ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിച്ച ഒരു സിനിമ എന്റെ ഏറ്റവും തെരഞ്ഞെടുത്ത 25 സിനിമയിൽ അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ. സാലോ ഓർ 120 ഡേയ്സ് ഓഫ് സോദോം എന്ന് പറയുന്ന പത്തോണിയുടെ സിനിമ. പക്ഷെ അതിന് വളരെ പൊളിറ്റിക്കലായ, ഹിസ്റ്റോറിക്കലായ, സോഷ്യലായ, അതുപോലെ തന്നെ സിനിമാറ്റിക്കലായ റീസൺസ് ഉണ്ടായിരുന്നു. ഇവിടെ അതല്ല. ഇവിടെ പിന്നെ അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്ന എന്തോ ഒരു പിന്നെ സൈക്കാട്രിസ്റ്റുകളൊക്കെ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഈ ഞായറാഴ്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇതിനെക്കുറിച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള എനിക്ക് സൈക്കോളജി ഒന്നും അറിയില്ല, പക്ഷെ സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത് ഒരു ആളുടെ ശരീരത്തിലേക്ക്. അപ്പൊ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി 13 വയസ്സുള്ള കുട്ടികളാണ് ഇവിടെ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതുപോലെ അപ്പൊ എന്തിനാണ് ഇവര് യഥാർത്ഥത്തിൽ അപ്പൊ ഇത് ഈ പറയുന്നത് പോലെ ആളുകളെ ഇതിലേക്ക് ഒരു പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടി, അദ്ദേഹം 12ാം ക്ലാസ് പഠിക്കുകയാണ്. ആ കുട്ടിയുടെ മാർക്കോ ആദ്യ ദിവസം കാണരുതെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് അവൻ പിന്നെ രാവിലെ ആ ഷോ കണ്ടിട്ട് വൈകുന്നേരം വരെ തിരിഞ്ഞ് വീട്ടിലേക്ക് വരാതെ പേടിച്ചിട്ട് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇതുകൾ ഉണ്ടാക്കുന്നത്? അത് ഈ സിനിമ വിജയിച്ച് അവർക്ക് തൽക്കാലം പൈസ കിട്ടുമായിരിക്കും. മാത്രമല്ല, ഇപ്പൊ ഞാൻ മനസ്സിലാക്കി തമിഴ് സിനിമയില് ഇത്തരത്തിലുള്ള ഈ വളരെ പിന്നെ ജയിലർ പോലെയും അതുപോലെയുള്ള വിജയന്റെ ഒരു പടം ലിയോ പോലെയുള്ള പടങ്ങളൊക്കെ കാണിച്ചതിന്റെ ഭാഗമായിട്ട് തമിഴ് സിനിമ പുറകോട്ട് പോയിട്ട് ഇപ്പൊ അടുത്ത് മദഗജ രാജ എന്ന് പറഞ്ഞ 10 കൊല്ലം മുന്നേ, ആ പടം നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, സുന്ദർ സി സംവിധാനം ചെയ്ത മദഗജ രാജ എന്ന 10 കൊല്ലം മുൻപ് പെട്ടിയിൽ അടച്ചൊരു സിനിമ അവര് കോമഡി പടം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മലയാള പടം അവിടെ പല പടങ്ങൾ ഓടി തമിഴ്നാട്ടിൽ നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം വയലൻസ് എല്ലാം യഥാർത്ഥത്തിൽ ഈ സ്വർണം ഉള്ള താറാവിനെ പണ്ട് കോഴീനെ കൊന്ന് പിന്നെ സ്വർണ്ണ മുട്ടയിടുന്ന താറാവിനെ കൊന്നു എന്ന് പറയുന്ന കഥയില്ലേ, അതുപോലെയുള്ള ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയിൽ ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് സിനിമയുടെ ഒരു എത്തിക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ സമൂഹത്തിന്റെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് ഉണ്ട്, നമ്മളുടെ ഹിസ്റ്ററി ഉണ്ട്, നമ്മളുടെ സമാധാന ജീവിതമുണ്ട്, അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളുടെ അവരെ കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയുണ്ട്. ഇതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് 10-100 കോടി കിട്ടി ഇത് വലിയ ബിസിനസ് മാതൃകയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് നാളെ വലിയ ദോഷം ചെയ്യും. അതോടൊപ്പം തന്നെ വിമർശകരെ എല്ലാം തന്നെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ വലിയ വിജയമായി എന്ന് കരുതുന്ന പവർ ഗ്രൂപ്പിനോടുമുള്ള ഒരു ചോദ്യമായി ഇത് ഉന്നയിക്കേണ്ടതാണ്. കൃത്യമായ നിരീക്ഷണമാണ്. ശ്രീ സജിൻ ബാബു, ടെക്നീഷ്യൻസ് വരെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന കാലമാണ്. അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഷമീർ മുഹമ്മദോ അല്ലെങ്കിൽ ദിലീഷ് പോത്തന്റെ ഭാവന സ്റ്റുഡിയോസ്, സമീർ താഹിർ, ഇവർക്കെല്ലാം പ്രൊഡക്ഷൻ ടീമായി. ഇത് ആന്റണി പെരുമ്പാവൂരോ ലിസിൻ സ്റ്റീഫനെയോ അല്ലെങ്കിൽ ആൻഡ്രോ ജോസഫിനെയോ ജോബി ജോർജിനെയോ പോലുള്ള മുതിർന്ന നിർമ്മാതാക്കളെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? ചിലപ്പോ ഒരുപക്ഷെ അതും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണല്ലോ അവർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് കുറച്ചു പേരുടെ മാത്രം ഇതല്ലല്ലോ, ആർക്കും സിനിമ ചെയ്യാമല്ലോ. അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ടല്ലോ. സിനിമയും ആർട്ടും ഒക്കെ ഈ പറഞ്ഞ മുതിർന്ന കുറെ ആൾക്കാര് OTT വന്നതോടുകൂടി ആർക്കും സിനിമ ചെയ്യാം എന്നൊരവസ്ഥ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും സിനിമ ആർക്കും ചെയ്യാം. സിനിമ കഴിവുള്ള നല്ല സെൻസിബിൾ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉള്ള ആർക്കും സിനിമ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ജി പി രാമേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ നമുക്കിവിടെ നാഥനില്ലാ കളരി പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു രീതിയിലല്ലോ, ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലാണ്. ഞാൻ പറയുന്നത് ഈ കമേഴ്ഷ്യൽ സിനിമയെ കുറിച്ചാണ്. പ്രൊമോഷൻ ഡീൽ ചെയ്യുന്നതാവട്ടെ, ഓരോ കാര്യങ്ങളും നമുക്ക് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫിലിം പോളിസി നമുക്ക് ഇവിടെ നടപ്പിലാക്കേണ്ടത് അതിന്റെ ആവശ്യകത ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാവുമെന്ന് എനിക്കറിയില്ല. അതാണ് എനിക്ക് തോന്നുന്നു ഒരു വഴി ഇതിനൊക്കെ ഉള്ള ഒരു സത്യത്തിൽ. അത് വന്നു കഴിഞ്ഞാൽ അതിന് സർട്ടൺ റൂൾസും റെഗുലേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വളരെ കൃത്യമായിട്ട് പല രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളിലും ആ ഫിലിം പോളിസി ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മോഡലോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതിന്റെ കൂടുതൽ കാര്യക്ഷമമായിട്ട് അത് വന്നാൽ എനിക്ക് തോന്നുന്നു അതാണ് ഒരു പരിഹാരമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ തോന്നിയ രീതിയിൽ തോന്നിയ നമ്മളിപ്പോ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കഥ പറഞ്ഞതുപോലെയും ഈ പറഞ്ഞ പോലെ
മറ്റ് മാർക്കോയുടെ കഥ പറഞ്ഞതുപോലെ മാർക്കോയൊക്കെ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായ ഭീമമായ തുകയാണ് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലും. ഞാൻ കേട്ടത് ഏതൊക്കെയോ സിനിമകള് 2 കോടി രൂപയ്ക്കാണ് ടിക്കറ്റ് ആദ്യത്തെ 3 ദിവസം 4 ദിവസം ബുക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. ആ തരത്തിലൊക്കെയാണ് ഇപ്പോഴത്തെ, അല്ലാതെ ശരിക്കും ജനം വന്ന് കാണുന്നതല്ല. അത് അങ്ങനെ ഒരു 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 ബസ് ഉണ്ടാക്കിയിട്ടും ഒരു 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 എത്തിക്സ് ഇല്ലാത്ത തരത്തില് ഒരു ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലല്ലാതെയൊക്കെയാണ് പലപ്പോഴും ഇതിന്റെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നതും അതേസമയം 100 കോടി 200 കോടി എന്നൊക്കെ ഈ അവകാശപ്പെടുന്നതും ഒക്കെ. അപ്പോ അതിനൊരു ഒരു ശരിയായ രീതിയിലുള്ള ഒരു ദിശ ഉണ്ടാവുകയും അതിനനുസരിച്ച് ഒരു ഫിലിം പോളിസി ഉണ്ടാവുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി അതിനൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നു. ശരി. ശ്രീ GP രാമേന്ദ്രൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടാവേണ്ടതല്ലേ? വ്യവസായത്തിന്റെ നിലവിലെ വെല്ലുവിളികളെ നേരിടാൻ കേരള സർക്കാരിൽ നിന്ന് എന്തു പിന്തുണയോ അല്ലെങ്കിൽ ഇടപെടലോ ആണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, തീർച്ചയായും സർക്കാരിന്റെ ഒരു സമീപനം ഇതിൽ ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം സിനിമ മുഴുവനായി ശരിയാവുമെന്ന അഭിപ്രായം എനിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പൊ സെൻസർഷിപ്പിനോട് യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ സെൻസർഷിപ്പ് ഇന്ത്യയിലും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോ ഫിലിം പോളിസി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 48 തന്നെ ഫിലിം പോളിസി ഉണ്ട്. അതായത് 48 ഇന്ത്യൻ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് മുൻപ് SK പാട്ടീൽ കമ്മിറ്റി അന്നത്തെ ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷനോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കോ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഫിലിം പോളിസിയെ സംബന്ധിച്ച് കമ്മിറ്റി ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് അത്രയും മഹത്തായ സിനിമ പാരമ്പര്യമുണ്ട്. മലയാളത്തിനുണ്ട്. മലയാളത്തിലും എല്ലാ വിധത്തിലുള്ള അവാർഡുകൾ വിവിധ ബോഡികൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി, ക്ഷേമനിധി, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ തന്നെ ഇപ്പോ ഉദാഹരണത്തിന് KSFDCയുടെ ചെയർമാൻ ആയിരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് പല ആരോപണങ്ങൾ വന്നിരിക്കുന്നു. അത് പരിശോധിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ടോ എന്ന സംശയം അതിന് ആളുകളെ സംബന്ധിച്ചോളം ഉണ്ട്. ശരി. ശ്രീ സജിൻ ബാബു, ഈ വെല്ലുവിളികൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിന്റെ ഭാവി എന്തായിരിക്കും? ഒന്ന് ഓഡിയോ ക്ലാരിറ്റി ഇല്ല, എന്തോ ഒരു ഡിസ്റ്റർബൻസ് വന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ കേൾക്കാം, വ്യക്തമാണ്, ക്ലിയർ ആണ്. ഓക്കെ. ഒന്നുകൂടെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഈ അവസ്ഥ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മലയാള സിനിമാ വ്യവസായത്തിന്റെ ഭാവി എന്തായിരിക്കും? അല്ല, അതിന്റെ ഭാവി എന്താവുമെന്ന് എനിക്ക് നിർണ്ണയിക്കാനോ എനിക്ക് പറയാനോ പറ്റത്തില്ല സത്യത്തിൽ. ചിലപ്പോ ഇങ്ങനെ ഇതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകളും പലരും അവരുടേതായ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇത് പോവും എന്നുള്ള അല്ലാതെ, പക്ഷെ സിനിമകൾ ഇവിടെ ഉണ്ടാക്കപ്പെടും. എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും കോടി രൂപയുടെ കണക്ക് നമ്മൾ നഷ്ടമായിട്ട് ഒരു മാസത്തെ കണക്ക് പോലും നമ്മൾ കാണുമ്പോൾ വീണ്ടും സിനിമകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്, സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട് കോടിക്കണക്കിന്. ഇപ്പം തൊട്ടു മുന്നേ ഇറങ്ങിയ നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു പടം ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ ബജറ്റ് തന്നെ 100 കോടിയിൽ കൂടുതലാണ്. പക്ഷെ അത് തിയേറ്ററിൽ കളക്ട് ചെയ്ത് ആ കണക്കൊന്നും ഒരുപക്ഷെ അവർ പുറത്തു വിട്ടിട്ടില്ല. ഈ പുറത്തുവിട്ട ലിസ്റ്റിൽ തൊട്ട് മുന്നിലത്തെ മാസം റിലീസ് ചെയ്ത ഒരു പടത്തിന്റെ ആ ലിസ്റ്റ് കൂടെ ഒക്കെ പുറത്തു വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു പോകുമായിരുന്നു എന്നുള്ളതാണ്. അത്രയും വളരെ ചെറിയൊരു കളക്ഷൻ മാത്രമാണ് ആ സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയെ കുറിച്ചും 3Dയിലൊക്കെയാണ് ആ സിനിമ വന്നത്. ഞാൻ ആ സിനിമയുടെ പേര് പറയുന്നില്ല. അപ്പൊ ആ തരത്തിൽ പിന്നെ അതുപോലെ തന്നെ GP രാമേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ആ ഒരു ഫിലിം പോളിസി ഇപ്പം ഇന്ത്യക്കും കേരളത്തിനും ഈ പറഞ്ഞതുപോലെ ഒരു സിനിമയുടെ ചരിത്രവും ഒക്കെ വളരെ വ്യക്തമായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷെ ഈ ഇപ്പൊ KSFDCയുടെ തലവനായിരിക്കുന്ന അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു ഇപ്പം സ്റ്റേറ്റ് ഫിലിം പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത് എത്രത്തോളം അത് കാര്യക്ഷമമായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നും ഒരു ചില സംശയങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉടലെടുത്തിട്ടുമുണ്ട്. പല ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ വന്നിട്ടുമുണ്ട്. പല കേസുകളും എനിക്ക് തോന്നുന്നു കൊടുത്തിട്ടുണ്ട്. ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള പല കേസുകളും അവിടെ നടക്കുന്നുമുണ്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് വരുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ സ്റ്റേറ്റ് ഫിലിം പോളിസി നമുക്ക് അതിൽ പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ശ്രീ സജിൻ ബാബു, അങ്ങനെ ഒരു സാഹചര്യത്തില് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമയുടെ കലാപരമായ ഒരു കാഴ്ചപ്പാടിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നിർമ്മാണ ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നതിന് എന്തു ചെയ്യാൻ കഴിയും? ഇപ്പൊ ഞാനൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മളൊരു സിനിമ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പാർട്ടായിട്ടുള്ള സിനിമകളൊക്കെ ഈ പറഞ്ഞ അതിഭീകരമായിട്ടുള്ള ബജറ്റുകളൊന്നും വരുന്നില്ല. അപ്പൊ അഥവാ വരുന്ന സ്ഥലങ്ങളിൽ പോലും നമുക്ക് നേരിട്ട് സംസാരിച്ചിട്ടും ഇപ്പം പല രീതിയിൽ അത് എനിക്ക് തോന്നുന്നു അത് വ്യക്തിപരമായിട്ടാണ് അത് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പം ഒരു ഒഴുക്കിനൊരു ഒപ്പം നീന്തുന്ന നിർമ്മാതാക്കളോടും സംവിധായകരോടും നടന്മാരോടും എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. അതേസമയം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ശ്രീലങ്കയിൽ പോലെയുള്ള ഇപ്പൊ പ്രസന്ന വിധാനകയെ പോലെയുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള
അശോക് അന്തകാമ പോലുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോഴും അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അവിടെ നിന്ന് ഒരു ആവശ്യമില്ലാത്ത ആൾക്കാരും അവിടെ സെറ്റിൽ ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ചുമ്മാ നൂറുകണക്കിന് ആൾക്കാരാണ് സിനിമയുടെ സെറ്റിൽ വന്ന് നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളവർ മാത്രം, ജോലി ചെയ്യുന്നവർ മാത്രം, നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഐഡിയകൾ നമുക്ക് കൊണ്ടുവരാം. ഇപ്പം ഒരു വലിയ ഹോട്ടൽ റൂമുകളിൽ മാത്രം താമസിക്കണമെന്നില്ല, ഒരു ഫ്ലാറ്റ് എടുത്തിട്ടോ ഒരു വീട് എടുത്തിട്ടോ ഒക്കെ നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അനാവശ്യമായിട്ടുള്ള ചെലവുകളില്ലാതെ, ദൂർത്തുകളില്ലാതെ നമുക്ക് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശരി. ചെയ്തുകൊണ്ടും സിനിമ ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊക്കെ പല ആൾക്കാരും അത് തെളിയിച്ചിട്ടുമുണ്ട്. അപ്പം ശരി. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്. മലയാള ചലച്ചിത്ര വ്യവസായം നിലവിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഉയർന്ന നികുതി, കുതിച്ചുയരുന്ന അഭിനേതാക്കളുടെ ഫീസ്, സാമ്പത്തിക നഷ്ടം, വിതരണത്തിനായി OTT പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കേണ്ടി വരിക തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. പ്രായോഗിക പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും വ്യവസായത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും നമ്മൾ സംസാരിച്ചതുപോലെ സർക്കാർ തലത്തിലും ഉള്ള സഹകരണം ഉറപ്പാക്കണം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സജിൻ ബാബു, GP രാമേന്ദ്രൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.